എന്താണ് IP അഡ്രസ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. അതായത് നമ്മൾ തന്നെ നോക്കുക. അതായത് ഓരോരുത്തർക്കും ഓരോ പേര് വെച്ചാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് നമ്മളിത് ഓരോ ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ ആൾക്കാരെയും നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരുടെയും പേര് വെച്ചാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഓരോ സിസ്റ്റമാണ്. ഇതിപ്പോൾ 4 സിസ്റ്റമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനും ആ ഒരു പേര് അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് വേണം. അതാണ് ഈ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനെറ്റിൽ നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു 4 കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ബ്രൗസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു 4 കമ്പ്യൂട്ടറിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഒരു കുക്കറി ഷോ ചോദിക്കുന്നു, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു മൂവി ചോദിക്കുന്നു, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു സോങ് ചോദിക്കുന്നു, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു കാർട്ടൂൺ നെറ്റ്വർക്ക് ചോദിക്കുന്നു. ഇതെല്ലാം ചോദിക്കുന്നത് ഒരു യൂട്യൂബിലോട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ യൂട്യൂബിന്റെ സെർവറിലോട്ടായിരിക്കും ആ റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ യൂട്യൂബിന്റെ സെർവറിൽ ഈ വന്ന റിക്വസ്റ്റുകൾ, അതായത് ഇതുപോലെ അനേകായിരം റിക്വസ്റ്റുകൾ ആ ഒരു സെർവറിലോട്ട് വരും. അപ്പോൾ അതിനകത്ത് ഏത് കമ്പ്യൂട്ടർ ഏതാണ് ചോദിച്ചതെന്ന് അറിയണമെങ്കിൽ അതിനെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു നെയിം വേണം, അല്ലെങ്കിൽ അഡ്രസ്സ് വേണം. ആ ഒരു അഡ്രസ്സാണ് ഈ പറയുന്ന ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുന്നത്. ഇത് IP അഡ്രസ് എന്ന് അറിയപ്പെടും. ഇത് IP അഡ്രസ് തന്നെ IPv4 അഡ്രസ് ഉണ്ട്, IPv6 അഡ്രസ് ഉണ്ട്. അതുപോലെ തന്നെ IP-യിലും നമുക്ക് സ്റ്റാറ്റിക് IP ഉണ്ട്, ഡൈനാമിക് IP ഉണ്ട്, അങ്ങനെ പലതരം IP-കളും ഉണ്ട്. ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്, അതായത് IP അഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു അഡ്രസ്സാണ്.